Indeed, it's my joy and privilege to be back here with the word of God and greet you all in the sweet name of our Lord and Savior Jesus Christ. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ കർത്താവിന്റെ സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവിലകൾ ഒന്നും പറയാനും മറ്റു സമയമില്ല. വളരെ പരിമിതമായ സമയത്തിൽ ദൈവവചനം സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ PMG ചർച്ചുകളുടെ ഫാമിലി കോൺഫറൻസിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. അതനുസരിച്ച് നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസവും PMG ചർച്ചിന്റെ ഫാമിലി കോൺഫറൻസ് ഇവിടെ നടക്കുകയാണ്. പല സെമിനാറും രാത്രി ഇവിടെ വെച്ച് കൺവെൻഷനുമായിട്ട് നടക്കുന്നു. കൺവെൻഷനിൽ ഷോൺറ്റിയിലാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. പകലത്തെ സെമിനാറിൽ ഞാൻ ശുശ്രൂഷിക്കും. അതിനുവേണ്ടിയാണ് നാട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ ഇറങ്ങുവാനായിട്ട് കർത്താവ് കൃപ ചെയ്ത് അടുത്ത 3 മാസം ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകൾ, ഗുജറാത്തിലും പഞ്ചാബിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് 3 മാസത്തെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ കടന്നു പോകുന്നു. ദയവായി എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാ ദിവസവും പ്രസംഗിക്കണം. ഇന്ന് പകലും 2 മണിക്കൂർ പ്രസംഗിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നാളെ പകലും രാത്രി ഒക്കെ മിനിസ്റ്റർ ചെയ്യണം. കഴിഞ്ഞ മാസത്തിൽ മലേഷ്യയിൽ കർത്താവിന്റെ വചന ശുശ്രൂഷ പാലിയാക്കി 10 ദിവസം കുവൈറ്റിലും ദൈവവചന ശുശ്രൂഷിക്കാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ 45 വർഷമായിട്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ദൈവവചനം പ്രസംഗിക്കുവാൻ പഠിപ്പിക്കുവാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും നാട്ടിലൂടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഇല്ലാതിരുന്നതിനാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ എല്ലാവരുടെയും എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, നിങ്ങളുടെ എല്ലാവരുടെയും തലങ്ങളിൽ വന്ന് കഴിഞ്ഞ 45 വർഷത്തിനുള്ളിൽ പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി വചനത്തിൽ വളരെ വളരെ പ്രത്യേകതയുള്ളൊരു വേദഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്റെ രാജ്യത്തിന്റെ മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചുകൊണ്ട് ഗിരിപ്രഭാഷണം എന്ന പേരിൽ നമുക്ക് മത്തായി സുവിശേഷത്തിലെ 3 അധ്യായങ്ങൾ മുഴുവൻ കർത്താവിന്റെ പ്രസംഗം കാണുവാൻ കഴിയും. എന്നാൽ കർത്താവിന്റെ ഐഹിക ശുശ്രൂഷയുടെ അന്ത്യത്തിൽ പ്രത്യേകമായ ദിവസം കർത്താവ് മാളിക മുകളിൽ ശിഷ്യകളൊക്കെ കൂടി പാത്രത്തിൽ വെള്ളവും അടുത്ത് പുറത്ത് കിടപ്പുണ്ട്. പ്രസംഗിക്ക് മുൻപ് കാലുകൾ കഴുകണം. പക്ഷെ അത് ദാസനാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ദാസന്മാരെ ലഭിക്കാം. ശിഷ്യന്മാരും കർത്താവും അതിലാരും കാലുകൾ കഴുകും എന്ന് കർത്താവ് ശ്രദ്ധിച്ചു. ആരും കാലുകൾ മുന്നോട്ട് വന്നില്ല. കാരണം അവരുടെ ന്യായങ്ങൾ അവരെ എല്ലാവരെയും വഴിവിലക്കിയിരിക്കുക. ഇവിടെ ദാസനാണെന്നല്ല ചോദ്യം. ഇവിടുത്തെ ചോദ്യം ഒന്നാമനാണെന്നാണ്. ആരും കാലുകൾ തയ്യാറില്ല. അവസാനം ഗതികത്ത് കർത്താവ് തന്നെ പാത്രം കഴിഞ്ഞെടുത്തു. അരങ്ങി തോന്നിയത്. കാരണം എല്ലാവരും ഒന്നാമന്മാരാണ്. പത്രോസ് ഒന്നാമനെന്ന് പറഞ്ഞിരിക്കുക. പത്രോസിന്റെ നേരെ നോക്കിയിട്ട് നന്ദിയോട്ട് പറഞ്ഞ് നീ വലിയാണെന്നാകണ്ട. നിന്നെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് തന്നെ ഞാനാണ്. നിന്നെക്കാൾ ഒന്നാമനല്ല. യോഹന്നാൻ അവർ കർത്താവിന്റെ മാർഗോട് ചേർന്നിരിക്കുന്നവരാണ്. കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, കർത്താവ് സ്നേഹിക്കുന്ന ശിഷ്യനാണ്. അത് അവനെ വലിയവനാക്കി. അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങളുണ്ട്. അവനാണ് വലിയവൻ. നബരി എന്ന് പറയാനുള്ളത് കർത്താവിന്റെ തന്നെ സാക്ഷ്യമെനിക്കുണ്ട്. സാക്ഷാതി സാഹചര്യനാണ് ഞാൻ, കവടമില്ലാത്തവൻ. നന്നായിരിക്കുമെന്ന് പറയാം. നീയൊക്കെ മീൻ പിടിച്ച് നടക്കുമ്പോൾ ഞാൻ അയ്യാറ് ഓഫീസറായിട്ട് ഇൻകം ടാക്സ് പിടിക്കുന്നവനായിട്ടിരുന്നവനാണ്. അവരെല്ലാം വലിയവരായപ്പോൾ ഇസ്കറിയോത്തായി പറയുന്നു, നിന്നെ ഒന്നും വിശ്വസ്തരായിട്ട് ദൈവം കണ്ടിട്ടില്ല. പണസംഖ്യ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനാണ് വിശ്വസ്തൻ. ന്യായം അവരെയൊക്കെ വലിയവരാക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ താഴ്മ എന്നെ വലിയവരാക്കി. താഴ്മ മാത്രമേ നിന്നെ വലിയവനാക്കൂ. ന്യായം നിന്നെ വലിയവനാക്കരുത്. യേശു കർത്താവ് അത് പാപങ്ങൾ കഴുകിയ
അല്ലെങ്കിൽ ദൈവജനത്തോട് തന്റെ ശിഷ്യജനത്തോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 16 വരെയുള്ള അധ്യായത്തിൽ. 17-ാം അധ്യായം അവർക്ക് വേണ്ടി മഹാപുരോഹിതനായി കർത്താവ് പക്ഷം പിടിച്ച് വാദിക്കുന്ന മഹാപൗരോഹിത്യ പ്രാർത്ഥനകളാണ്. ദൈവജനത്തിന്റെ പദവികൾ, ദൈവജനത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങൾ വളരെ ശക്തമായിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. 14-ാം അധ്യായത്തിൽ ദൈവജനത്തിന്റെ ഏറ്റവും വലിയ 3 പദവികൾ, ഗ്ലോറിയസ് പ്രിവിലേജ്. എന്താണ്? നമ്പർ 1, കർത്താവിനെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കലങ്ങി മറിയുന്ന പശ്ചാത്തലത്തിൽ, ഇളകി മറിയുന്ന സാഹചര്യങ്ങളിൽ ഇളകാതെ നിൽക്കാൻ, കലങ്ങാതെ നിൽക്കാൻ ഒരു ആന്റിഡോട്ടുണ്ട്. അത് വിശ്വാസമാണ്. വിശ്വസിക്കാൻ നീ പതറിപ്പോകുകയില്ല, വിശ്വസിക്കാൻ നീ തളർന്നു പോകുകയില്ല, വിശ്വസിക്കാൻ നീ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കാൻ നീ ലജ്ജിച്ചു പോകുകയില്ല. ധൈര്യത്തോട് നിൽക്കുവാൻ, നിന്റെ കലക്കം മാറാൻ, നിന്റെ നിത്യവാസസ്ഥലത്തിലേക്ക് കണ്ണുയർത്തി നോക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഈ കർത്തങ്ങൾ താഴമില്ല, ഈ കർത്തങ്ങൾ താഴമില്ല. വരുവാനുള്ള തേജസ് വിചാരിക്കാൻ ഈ കാലത്തിലെ കർത്തങ്ങൾ താഴമില്ല എന്നെങ്കിൽ ധൈര്യത്തോട് നിൽക്കാം. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വപ്നം അയക്കുന്നതിന് പകരം, ഇമെയിൽ അയക്കുന്നതിന് പകരം, ടെലഗ്രാം അയക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളിൽ ആശ്വാസം പകരുന്നവൻ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ പക്ഷം പിടിച്ചു വാങ്ങിക്കുന്നവൻ, നിന്റെ അച്ഛനയിൽ സകല സത്യത്തിലും നിന്നെ വഴി നടത്തുന്നവൻ, പകരം നിൽക്കുമ്പോൾ വഴി കാണിക്കുന്നവൻ, ഹല്ലേലൂയ. ജീവിതത്തിൽ നിനക്ക് കൂടെ ഇരിക്കുന്ന ബിസിനസ്സുകാരല്ലേ അവിടെ പണ്ടത്തെ ഫിഷിംഗ് ബോട്ടും ഫിഷിംഗ് ബിസിനസ്സൊക്കെ അവർക്കുണ്ടാകുന്നേ. പത്രോസിനകത്ത് ചോദ്യം, കർത്താവേ തിരിച്ചു വരുമ്പോൾ വീട് അവിടെ ചെല്ലുമ്പോൾ സമ്പത്തിന് പകരം പരിശുദ്ധാത്മാവ് വല്ലോ തന്നിട്ട് പോകാൻ നിന്റെ കയ്യിലുണ്ടോ? ലോകം തരുവാൻ കഴിയാത്ത, ലോകത്ത് എടുക്കാൻ കഴിയാത്ത എന്റെ സമാധാനം, സകല പുൽകയും കവിയുന്ന എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേറ്റു പോകുന്നു. പദവികളൊക്കെ വരുന്നു, എത്ര ഉന്നതമായ പദവികൾ. എന്നാൽ പദവികളൊക്കെ വലുതോ അതിനനുസരിച്ച് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. പദവികളൊക്കെ വലുതോ അതിനനുസരിച്ച് നിനക്ക് ചുമതലകളുണ്ട്. 15-ാം അധ്യായം ചുമതലകളിലേക്ക് മുന്നേറ്റുന്ന അധ്യായമാണ്. പക്ഷേ അധ്യായം തുടങ്ങുന്നത് ചുമതലകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല. ആ അധ്യായം തുടങ്ങുന്നത് നിനക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്നത് ഏറ്റവും വലിയ പദവി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായത്തിന്റെ തുടക്കം. കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ ഒന്നിനു വേണ്ടിയും എന്റെ പിതാവ് തോട്ടക്കാരനും. നിങ്ങളാരാണ് നിങ്ങൾക്കറിയാമോ? വിശ്വാസത്താൽ നല്ല മുന്തിരിയോടുകൂടി ഒന്നിച്ച് ചേർക്കപ്പെട്ട, ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട മുന്തിരി വഴികളാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ഏറ്റവും വലിയ പദവി, we are vitally united with Christ, just as branches in the vine. നല്ല മുന്തിരിയോടുകൂടി ഒന്നിച്ച് ചേർക്കപ്പെട്ട കൊമ്പുകളാണ് ഞാനും നീയും എന്നത് ഓർത്തിയ നിങ്ങൾക്ക് സ്തുതിക്കുകയാണ്. നമ്മളാരും ഇന്നാളത്തെ മഴയത്ത് കുരുത്തു വന്നതല്ല. ചെറുതെയൊക്കെ ധാരണ സാഹചര്യത്തിന്റെ തിരത്തള്ളലി ഇങ്ങനൊക്കെ ആയതാണ്. പമ്പയാളയുടെ തീരത്തും കരമനയാളയുടെ തീരത്തും ഭാരതപ്പുഴയുള്ള തീരത്തുമൊക്കെ ഒത്തിരി കാടും പടപ്പുമൊക്കെ നിങ്ങൾ കാണാൻ കഴിയും. എങ്ങനെയാണ് കാടും പടപ്പുഴ ഉണ്ടായി നിങ്ങൾക്കറിയാമോ? കർക്കിടക മാസത്തിലും കർത്തവാവിന് ഇത്രയോ മഴ പെയ്ത് വെള്ളം കുത്തി പാഞ്ഞ് ഒഴുകുമ്പോൾ കരയ്ക്ക് നിന്ന് വൃക്ഷങ്ങളിൽ നിന്ന് കാറ്റടിച്ച് വിത്തുകൾ അതിലേക്ക് വീണു. പ്രോട്ടീൻ സീഡ്സ്. പക്ഷേ തേങ്ങായും അതെ അടയ്ക്കായൊന്നും അധികം കുടുങ്ങി നടക്കില്ല. നീന്തറിയാവുന്ന പിള്ളേർ കൊണ്ടുപോകും. പക്ഷേ ആർക്കും വേണ്ടാത്ത കുറെ പൂപ്പുണ്ടാക്കി വിത്തുകളുണ്ട്. അതിനൊഴുക്കുന്ന തൊഴിലുണ്ട്. കാറ്റിനനുസരിച്ച് കാലക്കടിച്ച് കിളിക്കും. അങ്ങനെ കിളിച്ച് കാലപ്പടക്കുമാണ് കരമനയാളിന്റെ തീരത്ത് നിങ്ങൾ കാണുന്നത്. അത്രയും കാലപ്പടക്കുമാണ് പമ്പയാളിന്റെ തീരത്ത് നിങ്ങൾ കാണുന്നത്. എന്നാൽ ലോകത്തിന്റെ കുത്ത
എന്തിനാണ് നിന്നെ നട്ടത്? ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചൊരു പാട്ട് പറഞ്ഞു. നമ്മുടെ ഗായകത്തിന്റെ വളരെ മനോഹരമായിട്ട് അവന്റെ യൂണിഫോമിൽ കഴിയാണ് സുന്ദരമായി പാടുന്നത്. അതിനൊക്കെ പറയുന്നുണ്ട് കുരിക്കാര അവയോ പാട്ടാണ്. ഇവിടെ പുറയിലൊക്കെ വരുന്ന പാട്ടുകാരൻ നല്ലതുപോലെ പാട്ടിലാണ്. എന്തൊരു പാട്ടുകളെ ഇവിടെ ഓശുവിന്റെ പാട്ടെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും എത്തി ഒഴിച്ച് ഇയാളെ പാടിയെന്ന് വിളിച്ചു. അദ്ദേഹത്തിനാണ് സംസാരിക്കുന്ന പുള്ളിക്ക് എവിടെ നിന്നാ പാടാൻ പറ്റുന്നത്? നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വാക്കുകളാണ് അവൻ കരയുന്ന സാക്ഷിക്കും അതിന്റെ ആഹാരം കൊടുക്കുന്ന വാക്കുകളാണ്. നല്ല കുയില് പോലെ പാടുന്നവർക്ക് ആഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പള്ളക്ക് ഭംഗിയാടിച്ചേനെ. കരയുന്ന കാക്കയ്ക്കുണ്ട് അതിന്റെ ആഹാരം. അത് ഞാൻ പാടാൻ പോകുക. എന്റെ പ്രിയതമന് ഫലവത്തായ കുന്നിനെ ഒരു നല്ല മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. എങ്ങനെയാ മുന്തിരിത്തോട്ടം ഉണ്ടായി അറിയാമോ? ചുമ്മാ എഴുത്തുന്നതാക്ക. ആ മുന്തിരി തോട്ടത്തിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അവൻ അവയെ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ നിന്നൊരു വലിയ സ്ഥലം പോയിച്ചെടുത്തു. അവയെ ഫലവത്തായ കുന്നിനെ കാക്കിയവൻ നടന്നു. അവിടെ എത്തി നല്ലതുപോലെ കിളച്ചു, തലവരച്ചു, ചുറ്റും വേദി കെട്ടി അതിന്റെ നടുവിൽ അവനെ കുളിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പങ്കലെ നിനക്കത് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കിയ നിന്നെ പറിച്ചെടുക്കിയ അനുഭവം, നിന്നെ ഒളിച്ചെടുക്കിയ അനുഭവം കാണാൻ ചിന്തിക്കുക, രക്തം ചിന്തിക്കുക, നീ അനുഭവിച്ച നിമിഷങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടായിരിക്കാം. പക്ഷേ നിന്നെ കൊണ്ടുവന്ന് നട്ടുന്നത് ഫലവത്തായ കുന്നിനാണ്. നിന്നെ തടയേണ്ടതിന് ജാതികളുടെ കലികൾ തുരുക്കി കളഞ്ഞതാണ്. നിന്നെ തടയേണ്ടതിന് നല്ലതുപോലെ നിലമൊരുക്കിയതാണ്. കാട്ടുപതികൾ നിന്നെ ചവിട്ടാതിരിക്കാം, ചെറുപ്പുൽക്കന്മാർ നിന്നെ നശിപ്പിക്കാതിരിക്കാം, ചുറ്റും വേലയെത്തി ഭദ്രമാക്കി കാത്ത് നിന്നെ നട്ടതാണ്. നീ കൂടുതൽ ദൈവം നിനക്ക് ചെയ്യാവുന്നത് കേൾക്കാൻ വേണ്ടിയോ? ഞാൻ ഇനി കൂടെ എന്നാ ചെയ്തല്ല നീ എനിക്ക് വേണ്ടി ഫലം കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നതും കൂടെ ചെയ്താൽ ഞാനിത് വരത്തിക്കളയാമെന്ന് പറയുന്ന ആരെങ്കിലും കൊണ്ടോ? ഇനി കൂടുതൽ എന്താ ദൈവം നിനക്ക് ചെയ്യാറുള്ളത്? നിനക്ക് ചെയ്യേണ്ടത് മുഴുവൻ ദൈവം ചെയ്തു തന്നില്ലേ? നീ കൊതിച്ചത് മുഴുവൻ ദൈവം നിനക്ക് തന്നില്ലേ? ചോദിക്കുന്നതിനും നിരക്കുന്നതിനും ആവശ്യമായി ദൈവം നിന്നെ നടത്തിയില്ലേ? നിന്നെ അവിടെ നഷ്ടപ്പെടും, ചുറ്റും വേരുകെട്ടി നഷ്ടപ്പെടും. ഒരു വലിയ ഉദ്ദേശത്തിലൂട്ടാണ് നിന്നെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്നെ കൊണ്ടുവന്നത്, ദൈവസമിക്കാത്ത നിന്നെ കൊണ്ടുവന്നത് വലിയ പ്രതീക്ഷയോടാണ്. എന്താണ് പ്രതീക്ഷ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വളരെ ഫലം കാണിക്കുന്നതിനാണ് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ പോയി ഫലം കാണിക്കുന്നതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചു വിളിക്കുന്നു. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. നമ്മളിൽ 45 വർഷമായിട്ട് ദൈവനെ പഠിപ്പിക്കുക. തിയോളജിയൊക്കെ ഒത്തിരി അറിയാം, തിയോളജി ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് വരെ പിടികിട്ടാത്ത ഒരു തിയോളജിയുണ്ട്. ആ തിയോളജി എന്നറിയോ? ദൈവം എന്തുകൊണ്ടായി തല്ലിപ്പൊളിയെ തെരഞ്ഞെടുത്തതെന്ന് ഇതുവരെ പിടിച്ചിട്ടില്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തതിന്റെ തിയോളജി ഇതുവരെ മനസ്സിലായിട്ടില്ല. 13-ാമത്തെ വയസ്സിൽ പെന്തിക്കോസ്തുകാരെ പറഞ്ഞ ഈ തല്ലിപ്പൊളിയെ 14-ാമത്തെ വയസ്സിൽ പെന്തിക്കോസ്തുകാരുടെ ഉപദേശം പഠിച്ചിട്ട് അവനെ തുറക്കാൻ തോറ്റുകൂട്ടിയ ഈ തല്ലിപ്പൊളിയെ ദൈവമെല്ലാം തെരഞ്ഞെടുത്തേ. ഒരു പിടിയുമില്ല. പക്ഷെ പൗലോസ് പറയുന്ന തിയോളജി നിശ്ചിച്ചോളാം. പൗലോസ് പറയുകയാണ്, തെരഞ്ഞെടുപ്പിൽ പ്രധാനമുള്ള ദൈവത്തിന്റെ നിർണയം വിളിച്ചവന്റെ ഇഷ്ടമെന്ന് പറയുന്നതിന് കുട്ടികൾ ക്ഷണിക്കുകയോ നന്ദിയോ പിന്നെയോ ചെയ്യും മുന്നേ അവൻ മൂത്തവനെ ദർശിച്ചു, ഇളയവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടമായിരുന്നു നിന്നെ വിളിച്ചത്. നീ ആരാ ചോദിക്കാൻ? അതാണ് ചോദ്യം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിളിക്കും? നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിളിക്കുന്നവൻ ആ. ഹല്ലേലൂയ. ജ്ഞാനികൾക്കും വിവേകം
എന്തിനാ തെരഞ്ഞെടുത്തെ? നിങ്ങൾ വളരെ ഫലം കാണിക്കുന്നത് കൊണ്ട് എന്റെ പിതാവ് മഹത്വം നമ്മളെ കണ്ട് കാലം പിടിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഒന്നും കർത്താവ് പുകഴുന്നത് ഒത്തിരി ഫലം കഴിക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ രക്ഷിക്കുന്ന ആകും. നിങ്ങൾ പോയി ഫലം കാണിക്കാം. നിങ്ങളുടെ ഫലം നിലനിൽക്കാം. നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. ദൈവത്തിന്റെ പൈതലിന്റെ വ്യക്തിപരമായ ജീവിതം, അവന്റെ കുടുംബ ജീവിതം, അവന്റെ ആത്മീയ ജീവിതം, അവന്റെ ജഗത്യ ജീവിതം, അവന്റെ സഭാ ജീവിതം, ഇതെല്ലാം ഫലപ്രദമായ വൃക്ഷങ്ങളോടാണ് തിരുവഴുത്തിൽ ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. അവന്റെ കൊമ്പുകൾ മതിലിന്റെ മീതെ പടരുന്നു. പിന്നാളുകൾ അവനെ എയ്തു. പക്ഷേ അത്യുന്നതന്റെ ഭുജത്താൽ അവൻ ഉറച്ചു നിന്നു. നമ്മുടെ ഭക്ഷത്തിനായിരുന്നെങ്കിൽ അവൻ നമ്മോട് പോയപ്പോൾ ഈ തട്ടിപ്പോയനെ. യോസഫ് ഫലപ്രദമായ വൃക്ഷം. പക്ഷെ അവന്റെ ഗുണമുണ്ട്. അവന്റെ കൊമ്പ് മതിലിന് മീതെ വളരെ മതിലുകളുള്ള തോട്ടത്തിലാണ് നിന്റെ നാട്ടിൽ. കിഴക്കേ വശത്ത് രക്തം മതിലാക്കിയിട്ടുണ്ട്, തെക്കേ വശത്ത് ജ്ഞാനം മതിലാക്കിയിട്ടുണ്ട്, വടക്കേ വശത്ത് അഗ്നി പരിശുദ്ധാത്മാവിന്റെ മതിലാക്കിയിട്ടുണ്ട്, 4 വശത്തും വേർപാടിന്റെ വേലി കെട്ടിവെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ തോട്ടം മുത്തടിച്ച പുസ്തകമല്ല, രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും പരിശുദ്ധാത്മയുടെയും വേർപാടിന്റെയും മതിലുകളുള്ള തോട്ടത്തിലാണ്. ആ വേലി പൊളിക്കുന്നവരെ പാമ്പ് ധരിക്കും. മതിലുകളുണ്ട്. നീ മതിലിനകത്താണ്. പക്ഷെ നിനക്കൊരു പ്രത്യേകതയുണ്ട്. നിന്റെ ശിഖരങ്ങൾ, ഫലങ്ങളുള്ള ശിഖരങ്ങൾ മതിലിന്റെ മുകളിൽ കൂടെ വെളിയിലോട്ട് വരും. നിന്റെ ഐഡന്റിറ്റി സൂക്ഷിക്കുമ്പോൾ, നിന്റെ വേർപാട് നീ കാക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ വിശുദ്ധി നീ പാലിക്കുമ്പോൾ തന്നെ അവൻ തോട്ടത്തിനകത്ത് യജമാനന് ഫലം മാത്രമല്ല, വലിയ പോകുന്നവനും ഫലമുണ്ട്. ദൈവവചനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതിന് വലിയ പോകുന്നവനും നിന്നിൽ ഫലം കണ്ടെത്തണം. നിന്റെ ഫലത്തിന്റെ രുചി അവനെ അകത്ത് കൊണ്ടുവരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായ വൃക്ഷം. അങ്ങനെയുള്ള അധ്യായക്കാരും ഹല്ലേലൂയ കുടുംബം എങ്ങനെയോ യഹോവ ഭക്തനായ പുരുഷൻ ഈ വിധം അനുഗ്രഹിക്കപ്പെടും. 7 വിധം. അവന്റെ ഭാര്യ മറ്റവന്റെ വീട്ടിനകത്തല്ല, അവന്റെ വീട്ടിനകത്ത് ഫലം കിട്ടും. അവന്റെ മക്കൾ ചുമതലപ്രിയം പോലെയല്ല, അവൻ ദേശത്തിന് ചുറ്റും ഓരോ വിധങ്ങൾ പോലെയിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുന്ന സമയത്തിന് എനിക്കറിയാമോ? യാക്കോബയെ നിന്റെ നിവാസം, ഇസ്രായേലിനെ നിന്റെ കൂടാരം, യഹോവ ജലാംശിയെ സംഘടിക്കുന്ന ചന്ദന മരങ്ങൾ പോലെയിരിക്കും. ദൈവസഭയ്ക്കാരുടെ ഓരോന്നും ചന്ദനങ്ങൾ വയ്ക്കണം. ഒരുത്തം കോടാലി കൊണ്ട് നിന്റെ പൊട്ടക്കിട്ട് പറ്റിയ ആദ്യം കോടാലി കാണണം, പിന്നെ നാളെ പോലെ കാണണം. അതുകൊണ്ട് അവർക്ക് പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവന്റെ ഇടയിലും സാക്ഷിച്ചു പോകുന്നവന്റെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യ സാധ്യതയായിട്ട് ദൈവോത്സവമായി നിന്നെ നടത്താനാ ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുന്ന അവനെ അനുഗ്രഹിക്കപ്പെടുക. അവന്റെ ആത്മീയ ജീവിതം എങ്ങനെയിരിക്കും? അവന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അവൻ പല പോലെ കാണിക്കും. പല പോലെ. അത് തമിഴ്നാട്ടിലെ കളിയത്തിന്റെ പറയുന്ന കാര്യമല്ല പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഈത്തപ്പനയുടെ കാര്യങ്ങൾ പറയുന്നത് പല പോലെ കഴിക്കും. നീതിമാൻ ഈത്തപ്പന പോലെ കഴിക്കും. യഹോവയുടെ പ്രാകാരങ്ങൾ കഴിക്കും. ഈ ലോകത്തിന്റെ എത്രയുള്ള ഫലങ്ങൾ നിനക്ക് ഫലക്കാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ നീ ഫലച്ചുവല്ല. ദൈവം ആഗ്രഹിക്കുക. നീ ഫലം കാണിക്കുന്ന 3 മണ്ഡലങ്ങള് ആ അധ്യായത്തിലുണ്ട്. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. പഞ്ചാബിൽ വീടിനാ പോകുന്ന ശബ്ദം നോക്കാൻ തോന്നി. നിനക്ക് പറഞ്ഞ എന്റെ പ്രശ്നം 3 മണ്ഡലങ്ങളിൽ ഫലം കാണിക്കണം. ഒരു ദൈവവേദന ആര് എന്ന ചോദ്യത്തിന് 3 ഉത്തരം ആ അധ്യായത്തിലുണ്ട്. 1 മുതൽ 7 വരെ വാക്യങ്ങൾ യു ആർ മൈ ഡിസൈപ്പിൾ. നിങ്ങളുടെ
അവന്റെ ശിഷ്യന്മാരാണ്. 8 മുതൽ 17 വരെ വാക്യങ്ങളിൽ യു ആർ മൈ ഫ്രണ്ട്, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. 18 മുതൽ 26 വരെ വാക്യങ്ങളിൽ യു ആർ മൈ വിറ്റ്നസ്. ഈ 3 മണ്ഡലങ്ങളുടെ ഫലം കഴിക്കട്ടെ. ശിഷ്യന്മാരെന്ന നിലയിൽ ഫലം കഴിക്കണം, സ്നേഹിതരെന്ന നിലയിൽ ഫലം കഴിക്കണം, സാക്ഷികളെന്ന നിലയിൽ ഫലം കഴിക്കണം. മറ്റുള്ളവരിൽ പറഞ്ഞാൽ യു ആർ നോൺ ബൈ യുവർ ബീയിങ്, യു ആർ നോൺ ബൈ യുവർ ഡൂയിങ്, യു ആർ നോൺ ബൈ യുവർ സ്പീക്കിംഗ്. നിന്റെ തനതായ വ്യക്തിത്വത്തിൽ നീ ആരാണെന്ന് ലോകം അറിയണം. നിന്റെ പ്രവൃത്തിയിൽ നീ ആരാണെന്ന് ലോകം അറിയണം. നിന്റെ വാക്കുകളിൽ നീ ആരാണെന്ന് ലോകം അറിയണം. എന്നെ കളിപ്പിക്കും. പ്രകൃതിയുടെ നാടനായ കർത്താവിനെ പോലും അന്ത്യരെ കളിപ്പിച്ചെങ്കിൽ നാട്ടുകാരെ കളിപ്പിക്കാൻ നമുക്കാണ് പറയാം. അന്യഭാഷ പറഞ്ഞാൽ നീ പ്രതിഭ്രാന്താകുന്നു. മറ്റുള്ളവരെ എന്നെ കളിപ്പിച്ചു. നിന്റെ മറുനാട്ടി കേൾക്കുമ്പോൾ നീ ആരാണ് അവരെ പിന്നീടുള്ളൂ. നാം എന്താ ചെയ്യുന്നത്? അവന്റെ ശിഷ്യന്മാരെന്ന നിലയിൽ ഫലം കഴിക്കണം. കൊമ്പിന് മുന്തിരി വഴിയിൽ വധിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വധിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കുഴിക്കാതെ പറയുന്നതല്ലേ, നല്ല മുന്തിരി വള്ളിയായി ഒത്തിരി ഫലം കായ്ക്കാൻ അവനോട് പറ്റി നിൽക്കണം, കർത്താവിനോട് പറ്റി നിൽക്കണം. അത് നിങ്ങൾക്കറിയാമോ? കൊമ്പ് അവൻ വേരുകളെ ചുമക്കുന്നത്, വേര് കൊമ്പിനെ ചുമക്കുന്നത്. വേര് പരിശുദ്ധമാണെങ്കിൽ അവൻ കൊമ്പുകൾ മുഴുവൻ പരിശുദ്ധമായിരിക്കും. നിന്റെ അകത്തേക്ക് വരുന്ന സ്റ്റാഫ് എനർജി അത് നല്ല വേരിൽ നിന്നാണെങ്കിൽ അതിന് യോഗ്യമായ ഫലം മാത്രമേ നിനക്ക് കഴിക്കണം. മുന്തിരി വഴിയിൽ ഒരിക്കലും ഞെരിഞ്ഞിട്ടുണ്ടാകില്ല. മുന്തിരിയിൽ ഒരിക്കലും ചോദനത്തിന്റെ ഇടയുണ്ടാകത്തില്ല. മുന്തിരി എപ്പോഴും മുന്തിരിക്കാൻ കഴിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. കർത്താവിനോട് പറ്റി നിന്ന നിങ്ങളുടെ ഫലം എന്തായിരിക്കും അറിയാമോ? ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളായി തീർന്നിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ഫലം കഴിക്കും. ആത്മാവിന്റെ ഫലമോ, ആത്മാവിന്റെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശുദ്ധത, സൗമ്യത, ഇതിനെ ചെയ്യാം. എത്ര 9 ഇല്ല. ഫ്രൂട്ടില്ല. ഫ്രൂട്ടേ ഉള്ളൂ. ആത്മാവിന്റെ ഏക ഫലമോ, അങ്ങനെ ഗ്രീക്ക്. ആത്മാവിന്റെ ഏക ഫലമോ സ്നേഹം, സന്തോഷം. നടക്കുന്നല്ലോ അവൻ ചക്ക വന്ന ചോള ഒത്തിരിയുണ്ട്. ഓളം ചൊന്ന 5-12 പ്രിഞ്ചാവുന്ന കവട്ട 7 കവട്ടയുള്ള പ്രിഞ്ചാവ് കണ്ടിട്ടുണ്ടോ? കുറെ പരിചയം കണ്ട് മഞ്ഞ നിറമായിട്ട് പിന്നെ ഉണക്കിയിട്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടില് എന്നാടിപ്പിടിക്കാത്ത കെട്ടിവെക്കുന്ന പ്രിഞ്ചാവ് ഓർമ്മയുണ്ടോ? അതിനെ നടുക്കത്തെ കൊണ്ട് ഒറ്റിയതാ. മോളുള്ള ആവൻ ചെറുത, അവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹത്തിന്റെ പ്രദർശനമല്ലേ ബാക്കി പറഞ്ഞതല്ല. എന്നെ തിരിച്ചറിയാവുന്ന ഇവിടെയുണ്ട്. ഞാൻ വന്ന് വരുന്നത് കണ്ടപ്പോഴേ ഒരു ചിരിച്ചു. ലുലുസെന്ററിൽ പോയി കാണാൻ തീരുമാനിച്ചോട്ടെ. അല്ലല്ലോ, സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷം കൂടെ വരുന്നില്ലേ? അല്ലെങ്കിൽ നീ ഭർത്താവും തമ്മിൽ സ്നേഹമാണെങ്കിൽ പിന്നെ ബാക്കി മെനക്കെട്ടോ സമാധാനം ഉണ്ടാക്കണം. വേണ്ടല്ലോ, സ്നേഹമില്ലാതെ എവിടെങ്കിലും ദയ പുറത്തു വരുമോ? സ്നേഹമില്ലാതെ പരോപകാരം ഉണ്ടാകുമോ? സ്നേഹമില്ലാതെ വിശ്വസ്തത ഉണ്ടാകുമോ? സ്നേഹത്തിന്റെ പ്രവർത്തനമല്ലേ ബാക്കിയല്ല. പരിശുദ്ധാത്മാവിക്കുന്നത് രണ്ടന്യവാക്യം അറിഞ്ഞു നിർത്താനല്ല, സൂത്രത്തിൽ രണ്ട് സൂത്രവും പറയാനല്ല, ആത്മാവിന്റെ ഫലമുള്ളവരായിരിക്കാനാണ് ദൈവത്തിന്റെ പെരുവിക്കോസിന്റെ കണ്ണിൽ നിറയ്ക്കുന്നത്. മറക്കരുത്. You are no one.
കൊടുക്കാതെ പട്ടാളക്കാരെ അവരെ ചൂടി. അവരോട് പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിന് യുദ്ധതന്ത്രങ്ങൾ നാം പരീക്ഷിക്കും മുൻപേ ശത്രു സൈന്യമാണ് കൈവശം കൊടുക്കുന്നു. കള്ളൻ കപ്പലിലാണ് നമ്മുടെ ഇടയിൽ ചാരന്മാരുണ്ട്. അവനെ പിടിച്ചില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. ആരാ ചാരൻ? ജർമ്മൻകാരന്മാർ. ഈ ജർമ്മനിയിലെ സായിപ്പും ഇംഗ്ലണ്ടിലെ സായിപ്പും തൊലിപ്പുറം തൊലിപോലെ രണ്ട് സായിപ്പന്മാരാണ്. കണ്ടാറിയത്തില്ല. ഈ ചാരപ്പണിക്ക് വന്ന ജർമ്മൻകാരൻ ജർമ്മനി പറഞ്ഞെ അവൻ പച്ചവെള്ളപ്പണി ഇംഗ്ലീഷ് പറഞ്ഞേ. പിന്നെ അവനെ പിടിക്കണേ കേൾക്കണോ? നിങ്ങൾക്ക് ആരെങ്കിലും സത്യം നോക്കിയാൽ അവനോട് ചാരമത സംസാരിക്കും. അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞാൽ ശരിക്കും സംസാരിക്കണം. അത് പറഞ്ഞു നിങ്ങളുടെ സംസാരത്തിൽ പാട്ടിലാക്കണം അവനെ. അവൻ ചുറ്റുപാടുകളെ മറന്ന് നിങ്ങളോട് തുറന്ന് ചമതറ സംസാരിക്കുന്നതിനിടെ അവനെ നിങ്ങൾക്ക് സംശയമുണ്ട്. മൂർത്തിന്റെ കാലുകൊണ്ട് തൊഴിലൊന്ന് കൊടുക്കണം. ഓർക്കാപ്പുറത്ത് തൊഴിൽ വരുമ്പം അവൻ ചന്ദനാണ് എടുത്ത വഴിയെ അവൻ ചന്ദനമാക്കി തെളി പിടിക്കും. പിടിക്കണം ചിരിക്കുക. ഓർക്കാപ്പുറത്ത് തൊഴിൽ വരുമ്പം നിന്റെ വാങ്ങിയിൽ വരുന്ന ഭാഷ കൊണ്ട് നിന്റെ അയൽക്കാരൻ പിടിക്കും. അതുവരെ പച്ചവെള്ളം പോലെ അല്ല ഭാഷ നീ പറയും. പക്ഷെ ഓർക്കാപ്പുറത്ത് തൊഴിൽ വരുമ്പം നീ പറയുന്ന മറുഭാഷ നാട്ടുകാരൻ നിന്നെ പിടിക്കും. നീ പെന്തിക്കോസാണോ അടിയുന്ന അമ്മയെ മലയാളിയും. എന്തുകൊണ്ടാ ജർമ്മൻകാരൻ ജന്മം പറഞ്ഞു പറഞ്ഞേ അവന്റെ ബ്ലേഡിനകത്തവനാണ്. ഇന്ന് രാത്രി നിന്റെ ബ്ലേഡിനകത്തെന്ന് വന്നു നിന്റെ വ്യക്തിത്വം എന്താണോ നീ അത് ലോകത്തിന് വെളിപ്പെടുത്തണം. നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് ലോകമറിയണം. ഹല്ലേലൂയ. നാം പെന്തിക്കോസ്തുകാരെന്ന് നമ്മുടെ ഫലം കൊണ്ട് ചുറ്റുപാടുകൾ അറിയണം. സമയമില്ലാത്ത നിങ്ങൾക്ക് നല്ലതിരിക്കുന്നത് കാര്യമായി പറയാതെ നമ്മള് ദൈവാത്മാവ്. ഹല്ലേലൂയ. നിങ്ങൾ സ്നേഹിതന്മാരെന്ന നിലയിൽ ഫലം കഴിക്കണം. ഞാൻ എന്റെ പിതാവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരെന്ന് ലോകം അറിയും. ഓക്കെ, ഒത്തിരി എളുപ്പമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ കുറെ ചെറുപ്പക്കാരുണ്ട്. അവരെ വർഷത്തിൽ ഇരിക്കാൻ അവരെ കയറി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ കാല് താഴെ ഒന്നിക്കല് നമ്മുടെ പ്രസിദ്ധിനെ പോകുന്നുണ്ടവര് അവർക്ക് പിന്നെ അങ്ങോട്ട് പുറക്കിയല്ല. പിള്ളേരെ കയറുന്നുണ്ട്. പക്ഷെ അവന്റെ കഥത്തെല്ലാം കഴിഞ്ഞിട്ട് ആ ലോറിക്കൂടെ ഈ ലോറിക്കൂടെ അവന്മാർ ഇറങ്ങി പോകുമ്പോൾ നോക്കിക്കോണം ജാഗ്രത പറ്റി. കുഞ്ഞുങ്ങളെ നാക്കിനാലും വാക്കിനാലും അല്ലല്ലാവുക. എന്നെ സ്നേഹിക്കുന്നത് പറയേ എന്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ അവനോ എങ്ങനെ അവളെങ്ങനെ കറിയപ്പറം എന്നെ സ്നേഹിക്കുന്നത് പറയേ എന്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കാവൻ. ഓരോ കാവനും ദൈവരാജ്യം അവനെ സഖ്യത. അങ്ങനെ പല കളിമാനെ പറയും. പാത്രേ കുരിശിലെ കഥനോ കള്ളം നരകത്തിലേ പോകൂ. യോ കർത്താവല്ലേ പറഞ്ഞേ നീ എന്നോടുകൂടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ശ്രദ്ധിക്കണേ. കള്ളന്മാരെ രംഗക്കാരും അത് ഈ മാനസാന്തരപ്പെട്ടവനോടാണ് അങ്ങനെ ചോദിച്ചു പോകുന്നത്. കള്ളം നരകത്തിൽ പോകും. ചിലരൊക്കെ മാനസാന്തരപ്പെട്ടാലും പണ്ടത്തെ പേരിലെ അറിയപ്പെട്ടുള്ളൂ. അതിപ്പോ ഞാനത് ചിലപ്പെട്ടാലും പഴയ പേരിൽ അറിയില്ലേ. കള്ളൻ ഹല്ലേലൂയ അവൻ മാനസാന്തരപ്പെട്ടു. അവനോടാ പറഞ്ഞേ നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും ഇന്ന്. അങ്ങനെ വേറെ കള്ളന്മാരുണ്ട്. അവൻ എനിക്ക് പറഞ്ഞേ അവൻ ജ്ഞാനപ്പെട്ടായിരുന്നോ ഇല്ല.
വചനം പ്രമാണിക്കുന്ന ജ്ഞാനം മാത്രമാണ് വചനം വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ കഥ പറഞ്ഞ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിനെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനം കേൾപ്പിച്ച് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കമെന്ന് പഠിപ്പിച്ച് ജ്ഞാനപ്പെട്ടവനാണ്. എന്നോ തിരി സഹിപ്പിച്ച് ധാരാളം പണിക്ക് അവനെ തുറക്കാൻ വിചാരിച്ചത് നീ ഇവിടെ കിടന്നു കവന്നും കർത്താവും പഠിപ്പിച്ചത് മുഴുവൻ പ്രമാണിക്കാൻ ഈ പ്രാപ്തത്തിലാണ്. You are known by your doing. സൽപ്രവൃത്തികളിൽ സുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുക. നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം പെന്തിക്കോസുകാരാണെന്ന് ലോകം അറിയട്ടെ. നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം പെന്തിക്കോസുകാരെന്ന് ലോകം അറിയട്ടെ. മൂന്നാമത് കർത്താവ് പറയുന്നു, പോയി ഫലം കാണിക്കണം. വന്ന് കഴിക്കാൻ നമ്മുടെ ആളുകൾ തിരിച്ചെടുക്കുക. ഞാൻ ഒരിക്കൽ ഒരു സഭയിൽ യോഗത്തിന് പോകുന്ന പാർട്ടി പറഞ്ഞു, ഡോക്ടർ കോശുവിനുണ്ട്, അദ്ദേഹത്തിന് സമയം കൊടുക്കണം, അദ്ദേഹത്തിന് അരമണിക്കൂറൊന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് പുള്ളിക്ക് സമയം കൊടുക്കണം. ഇന്ന് ദയവായിട്ട് ആരും സാക്ഷ്യം പറയും. ഒരാളുടെ മുന്നിലൊരു അമ്മയ്ക്ക് ചാടിയും വെച്ചു. അമ്മയ്ക്ക് പറഞ്ഞിങ്ങനെയാണ് കർത്താവിന്റെ ദാസം പറഞ്ഞു വെച്ചു. പക്ഷെ സാക്ഷ്യം പറഞ്ഞിട്ട് ഈ ആഴ്ച മുഴുവൻ എനിക്ക് തലവേദനയായിരിക്കും. എത്തിക്കപ്പെട്ടിട്ട് 35 വർഷം കഴിഞ്ഞു. അയൽക്കാരോട് ഇതുവരെ അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. സമാധാനത്തിന് പറഞ്ഞത് അമ്മയ്ക്ക് തലവേദനയുണ്ട്. അത്രയും അമ്മയ്മാർക്ക് അങ്ങനത്തെ തലവേദനയോട് അല്ലേ ഇത്രയും അമ്മയ്മാർക്ക് പണ്ടൊക്കെ ഇപ്പൊ വ്യത്യാസപ്പെട്ടു. പണ്ടൊക്കെ സാക്ഷ്യം പറയാനൊരു സമയം കൊടുത്താലും ആരെങ്കിലും കാര്യം സാക്ഷ്യം പറയുന്നതിനെ കുറിച്ച് പറയാതെ ചിലരൊക്കെ മോശമായിട്ട് തന്നെയായിരുന്നു. ഇത് കേട്ടാണ്ടല്ലോ എഴുത്താൻ നോക്കിയിട്ടുണ്ട്. മറ്റേ നീ ഇത്രയുണ്ടോ, നീ നിങ്ങൾക്ക് എഴുത്തോളാണോ? സാക്ഷ്യം പറയുന്ന അങ്ങനെയല്ല പറയുന്നത്. സാക്ഷ്യം പറയുന്നെങ്കിൽ ദാവീദ് പറഞ്ഞ പറയുന്നു. ഹല്ലേലൂയ. ചേട്ടന്മാര് കേരളരും മേഖലും കലാചാരം ഒക്കെ കുഞ്ഞന്മാരെ ഇറക്കി കുഴിയിലിരിക്കുമ്പോൾ അവർ ഓടി വരിക, എന്റെ ദൈവസാക്ഷ്യം മകൻ ചാടിക്കിടക്കും, എന്റെ ദൈവത്തിന്റെ പേരെ പാട്ടി കെട്ടി കമ്മ വളർത്തിയ കേരള അവർക്ക് കഴുത്താക്കി പിടിച്ച് കോളെ പിടിച്ചത് എന്താ പറയുക ആറുണ്ടാക്കി എന്നാന്റെ കാണിച്ചു അവന്റെ മനസ്സിൽ പറഞ്ഞു, യുദ്ധം കാണാം. നീ അക്കാത്ത യുദ്ധവേല നീയൊക്കെ കുറുക്കന്മാരുടെ കുഴിയിലിരിക്കുന്നു. എവിടെയാണ് യുദ്ധം കാണുന്നത്? ഞാൻ യുദ്ധം കാണാൻ വന്നാൽ നിന്നെയൊക്കെ യുദ്ധം കാണിക്കാമെന്ന് അഭിഷേകം ഞാൻ പറഞ്ഞിട്ട് കുഴിയിലിരുന്ന് യുദ്ധം കാണിച്ച് അഭിഷേകം കൊണ്ടുവരാം. പ്രജാപകാരത്തിനുള്ള ബുദ്ധിയെടുത്ത് എവിടെ രാജാവ് ബുദ്ധിപ്പെട്ടു. ആ പറയുന്ന മനസ്സിന് യുദ്ധത്തിൽ രാജാവ് ബുദ്ധിക്ക് എന്റെ പട്ടാളത്തിൽ 3 മാസത്തെ കഴിഞ്ഞിട്ടുള്ളൂ. എടാ നിനക്ക് മഹാളുണ്ടാവും. എന്റെ രാജാവ് നീ ചോദിക്കുന്നവർ ചോദിക്കുന്നില്ല. പക്ഷേ നിനക്കൊന്നതൊക്കെ ചോദിക്കുന്നുണ്ടോ? നിനക്കില്ലാത്ത ചോദിക്കില്ല. നിനക്കില്ലാത്തതും എനിക്കുണ്ട്. എന്താണെന്നറിയാമോ? അങ്ങനെ അനുസരണത്തിന് അഭിഷേകം എന്റെ തലയിലുണ്ട്. ഇനി 2 minutes I'll give you my testimony. 2 minutes സത്യം പറയും. രാജാവ് പറഞ്ഞു, സാക്ഷ്യം 1.5 മിനിറ്റുള്ള വ്യക്തി സാക്ഷ്യം കേൾക്കണം. ഞാൻ എന്റെ അമ്മന്റെ ആടിനെ മേയ്ക്കും. ഇന്നത്തെ അച്ചായന്മാരുടെ അമ്മായിയൊക്കെ സാക്ഷ്യം മേയ്ക്കുന്നത്. എന്നാൽ അപ്പന്റെ ആടിനെ മേയ്ക്കുമ്പോൾ ഒരു കരടി വന്നു. അവനെ ഞാൻ ചീറ്റി. പിന്നെ എന്റെ അപ്പന്റെ ആടിന് നേരെ ഒരു സിംഹം വന്നു. അവനെ ഞാൻ കീറി. ഇന്നലെ അവൻ വന്ന് നിൽക്കുക. അവനെ ഇന്ന് ഞാൻ കാട്ടും. അതാ സാക്ഷ്യം. അതാ സാക്ഷ്യം. സാക്ഷ്യം അതിനെന്താ കൂട്ടനെ ജയിക്കാം. ദൈവമേ ആത്മസഭയോടെ പോയി ഫലം കഴിക്കും. പള്ളി കഴിക്കാനായിട്ട് പോകണം. എന്തുകൊണ്ട് പോകണം? കൽപ്പനയാണ് നിന്റെ ലോകത്തിന്റെ അർത്ഥം വരച്ച് പോകണം. എന്തുകൊണ്ട് പോകണം? ആഴത്തിന് നിലവിളി, ക്രിസ്തുവില്ലാത്ത നിത്യനരകത്തിൽ വെള്ളത്തിന് വിളിക്കുന്ന അനുഭാവനീയപ്പന്റെ നിലവിളി നീ പോകണം. എന്തുകൊണ്ട് പോകണം?
Abide in Jesus. Abide in His word. ക്രിസ്തുവിൽ വസിക്കൂ. ക്രിസ്തുവിന്റെ വചനത്തിൽ വസിക്കൂ. ക്രിസ്തുവിൽ വസിച്ചാൽ നീ ഒന്നും ചെയ്യേണ്ട. ആത്മാവിന്റെ ഫലം തനിയേ ഉണ്ടായിക്കോളും. ജനത്തിന്റെ പ്രവൃത്തിയാണ്, നിന്റെ പരിശ്രമമാണ്, ആത്മാവിന്റെ ഫലമാണ്. അത് സ്വാഭാവികമാണ്. കർത്താവിനോടുകൂടെ വസിക്കുന്നവന്റെ അകത്തുനിന്ന് വരുന്ന ഫലം മുഴുവൻ കർത്താവിന് യോഗ്യമായിട്ടായിരിക്കും. കർത്താവിന്റെ സ്വഭാവത്തിന് യോഗ്യമായിട്ടായിരിക്കും. രണ്ട് ഫലം കഴിക്കാൻ രണ്ടാമത്തെ പ്രത്യേകത, അവൻ be willing to die for yourself. ഹല്ലേലൂയ. സ്വാർത്ഥത്തിന് മരിക്കാൻ നീ തയ്യാറാകുന്നു. ഓർമ്മ മണി തനിയെ ഇരുന്നാൽ അതുപോലെ ഇരിക്കും. നിലത്തു വീണ് ചാവാൻ തയ്യാറാണെങ്കിൽ ഒത്തിരി ഫലം കഴിക്കും. മൂന്നാമത്തെ ഹല്ലേലൂയ, ഫലം കാണിക്കുന്നതിന് കത്തി. ഫലമില്ലാത്തതിന് കത്തിയില്ല. അതിന് വേറെ ദോഷം വെച്ചിട്ടുണ്ട്. ഫലമുള്ളതിന് ഒത്തിരി ഫലം കഴിക്കേണ്ടതിന് ചെത്തിവെളിപ്പാക്കണം. ചെത്തിവെളിപ്പാക്കണം. ചെത്തുന്നത് തുണയ്ക്കാനല്ല, ചെത്തുന്നത് ശുദ്ധീകരിക്കാൻ. ചെത്തുന്നത് തകർക്കാനില്ല, ഫലം കഴിച്ച് അവൻ കർത്താവിനെ പ്രയോജനപ്പെടാന. ഒത്തിരി ഉദാഹരണങ്ങൾ പറയണമെന്ന് എനിക്ക് അവരുടെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എന്ന സമയം എന്നെ അനുവദിക്കുന്നില്ല. അവൻ പുള്ളിയിലൊക്കെ പോകുമ്പോൾ ഹല്ലേലൂയ ആ വണ്ടിപ്പെരിയാതെ കൊണ്ട് കഴിഞ്ഞാൽ കൃത്യത്തിന്റെ തലയിലേ ഇരിക്കും. കാരണം ഒരേ പൊക്കത്തിൽ കവാർത്തിയിൽ നിർത്തിയിരിക്കുന്ന തേയിലച്ചെടി എന്നിട്ട് ഈ ഇരിക്കുന്ന പോലെ ഇരിക്കും. ഈ ഇരിക്കുന്നവരെ പിടിച്ചിരിച്ചതായിരിക്കട്ടെ. അവിടെ എല്ലാം ഒരേ പൊക്കത്തിൽ. എന്നാൽ ഇതിന്റെ ഇടയിലുണ്ടല്ലോ കുറെ കള്ളിമുരുക്കും പൂവരിക്കുമൊക്കെ ഇങ്ങനെ തലമുക്കി നിൽക്കും. എന്നാൽ ഈ ചെടികൾ, തേയിലച്ചെടികളെല്ലാം ഒരേ പൊക്കത്തിൽ കവാർത്തിയിരിക്കുക. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒന്നിന്റെ അകത്തുനിന്ന് ഒരു ഷൂട്ട് മേലോട്ട് നിന്നാൽ അടുത്ത ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നോക്കുമോ, അതവിടെ കാണില്ല. കാരണം നോക്കൂ, അവിടെ ചെന്നിട്ടുണ്ട്. എന്താ കാര്യം അറിയോ? ഹല്ലേലൂയ. യജമാനൻ ഇടയ്ക്ക് മൂർച്ചയുള്ള കത്തിയുമായി തോന്നും. എല്ലാത്തിനും ഒന്ന് നോക്കി ഇടയ്ക്ക് പൊങ്ങി നിൽക്കുന്നവരുടെ മണ്ണത്തിൽ കുത്തുകൊടുത്തു. ഹല്ലേലൂയ. ഇടയ്ക്ക് പൊങ്ങണ്ടേ, അതിനെ പൊങ്ങ് പൊങ്ങണ്ടേ, നോക്കിയാൽ ഈ പോക്കാം. ഹല്ലേലൂയ. ഇതിനെ ചെത്തുമ്പം നമ്മുടെ അമ്മാമ്മമാരുടെ കണക്കിൽ നാട്ടുണ്ടെങ്കിൽ ആ തേയിലച്ചെടി യജമാനന് വെറുതെ മുഴുവൻ വിചാരിക്കുന്നതോ. എത്ര നാളുകൊണ്ട് നീ എന്നെ കൊഴുത്ത് മറിക്കുന്നു, ഇപ്പൊ എന്നെ ചെത്താൻ നിങ്ങൾ പറഞ്ഞെത്ര അങ്ങോട്ട് നോക്കേ. ആ മുള്ളും മുരുക്ക്, ആ പൂവരിക്ക്, അതിന്റെ ഒറ്റ ഇല നീ പറിച്ചിട്ടില്ല. എന്നിട്ട് അതിനെ എന്നാ ചെത്താത്തേ, എന്നെ എന്നാ ചെത്തുന്നേ? യജമാൻ എന്നെ പറയുന്നറിയോ, ഇത് BB എസ്റ്റേറ്റ് ആയിരുന്നു. പണ്ടിവിടെ BB എസ്റ്റേറ്റ് എന്നല്ലായിരുന്നു, നദിയം പാറയിലെ പട്ടിക്കാരാണിത്. എന്റെ എല്ലാം വിറ്റ് നൽകി ഞാനിവിടെ വന്ന് ഞാൻ നദിയം പാറയിലെ പട്ടിക്കാട് വിലയ്ക്ക് വാങ്ങി BB എസ്റ്റേറ്റ് ഉണ്ടാക്കിയത് ഒരു ഭയങ്കര ലക്ഷ്യത്തോടാണ്. എന്താണെന്നറിയോ, നിന്റെ കൊഴുന്ന് പറിച്ച് ഫാക്ടറി കൊണ്ടുപോയി പൊടിപ്പിച്ച് പോളിത്തീൻ കവറിനകത്ത് കെട്ടി അവൻ നാട്ടുകാലിന്റെ ചിത്രമുള്ള കവറിനകത്ത് പാക്ക് ചെയ്ത് അങ്ങനെ കാളകോയിലൊക്കെ അയച്ച് അതിനെ ഒബാമയുടെ നഷ്ടപ്പെട്ടു കൊണ്ടുവച്ചിട്ട് ഡോളർ വാങ്ങിക്കാനുള്ള പരിപാടിയാണ് എനിക്കുള്ളത്. അതിന് നിന്നെ ചെത്തിയേ പറ്റൂ. നിന്നെ ചെത്തിയില്ലേ 4 ആഴ്ച കഴിയുമ്പോൾ നിന്റെ ഇലയെല്ലാം കൂടെ ചുളിണ്ട് നീ കാട്ടുചെടിയാകും. അവൻ ചെത്തിപ്പിന് കേക്കോടെ കിട്ടാൻ ഉക്കന്റെ കണ്ണുപോലെ നോക്കിയിരിക്കുന്ന പെണ്ണുങ്ങൾ പെറുക്കിയെടുത്ത് അവനെ കുളിരി കൊണ്ടുപോയി അവനെ തുണക്കിയിട്ട് അവൻ അടുപ്പിനകത്ത് കെട്ടും. വല്ല പെണ്ണുങ്ങളെ അടുപ്പിനകത്ത് കേട്ടാകല്ല ഞാൻ നിന്നെ ഇവിടെയാക്കിയത്. പിന്നെ നിന്റെ പരാതി കണ്ടിമുരുക്കില്ലേ, ഈ കത്തി കയറിയത്, ഈ കത്തി കയറിയത് അവരങ്ങനെ വളരപ്പേ ഒരു ദിവസം എന്തെങ്കിലും ഭാരമുള്ള ഒരു കോടാലി ചോദിക്കുന്നതുകൊണ്ട് അച്ഛനെ ഞാൻ വിളിക്കും. അവൻ വന്ന് ഏതും കൊമ്പ് ചേച്ചിപ്പിക്കാതെ ഇത് തകർക്കും. ചൂള പോലെ കത്തുന്ന ദിവസം അഹങ്കാരികളൊക്കെ നാളെയായി തീയാകും. എന്നാൽ ലോകത്തോടുകൂടെ നീ ന്യായവഴിയിൽ അകപ്പെടാതിരിക്കുക. കർത്താവ് നിന്നെ പോലെ ചിതറിക്കുമ്പോൾ ഫലം കായ്ക്കാൻ സമർപ്പിക്കും. ഹല്ലേലൂയ. അടുത്തത് നിന്നെ കണ്ടത് മരുഭൂമിയിലാണെങ്കിൽ ഇത് ഡൂബായിയാ ബാപ്പുഴെ, ഇവിടെ മരുഭൂമിയാ. പക്ഷേ ഒരു നദിയുണ്ട്, അതിന്റെ നീർത്തോടുകള് അവോധനയ്ക്ക് പോകുന്നുണ്ട്, കുജയാക്ക് പോകുന്നുണ്ട്, റാസൻകേലേക്ക് പോകുന്നുണ്ട്, അജ്ഞാനിക്ക് പോകുന്നുണ്ട്, ഉമ്മൻകോയ്ക്ക് പോകുന്നുണ്ട്. 7 നിലയത്തിനും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നദിയുടെ ശാഖകൾ പോകുന്നുണ്ട്. ആ പരിശുദ്ധാത്മ നദിയുടെ ആഴങ്ങളിലേക്ക് നീ വേറിറക്കുമെങ്കിൽ പക്കയാലത്ത് നീ ഫലം കഴിക്കും. നിന്റെ ഇല പാടുകയില്ല.
ഉദാഹരണം, ചെറിയ ഉദാഹരണത്തോടെ ആടാത്ത ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിനോ കോടായി വെച്ചിരിക്കുന്നു. പോകാനില്ല. നോക്കി തിരിഞ്ഞു നോക്കിയേ, ഡോക്ടറുടെ ബയോ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയേ, തകർന്നിറങ്ങുന്ന കാറൊന്ന് നോക്കിയേ, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. യാക്കോബിന്റെ പുത്രിമാരിൽ മുടിഞ്ഞു പോകാനുള്ളവരുടെ കൃത്യം, യാക്കോബിന്റെ പുത്രന്മാരിൽ കത്തിപ്പോകാനുള്ളവരുടെ ദൈവം. നമ്മുടെ പള്ളിയിലെ കുഴിമാടത്തിന്റെ മണ്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പറ്റി പിടിക്കുന്ന കാലം പണ്ടേ കഴിഞ്ഞിട്ടു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന് കാര്യം കഴിയും. മരക്കൂട്ടത്തിന് നേരെ കോടാലി നോക്കി എന്റെ കുറുപ്രാവിനെ വിട്ടുകൊടുക്കലെന്ന് പറഞ്ഞു. ദൈവം പിതാവാം ദൈവം തന്നെ നിന്നെ കാക്കാൻ കോടാലി നോക്കി ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയവൻ പറഞ്ഞു, പിതാവേ ഓൺമോറിയ അവൻ നിശ്ചയമായി ഫലം കഴിക്കും. പുനലൂർ ബത്തേരി ബംഗ്ലാവിൽ ഗ്രീനർ മലാമമാരെ താമസിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് സോമ സാഹിബ് താമസിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഡോക്ടർ കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പുനലൂരിലേക്ക് വന്നു. ബംഗ്ലാവിലേക്ക് കാറ് വേഗത്തിൽ പാർട്ടിയിലുമ്പോൾ അച്ഛനൻ കോടാലിയുമായിട്ട് കമ്പിളി നാടകത്തിന് മുമ്പിൽ എത്തിയത്. നേരെ കാണുമെന്ന് അവന്റെ മുമ്പിൽ കവിത നിർത്തി. ഞാൻ ഇറങ്ങി അച്ഛനോട് എന്നോടാ പരിപാടി? അത് മലാമ പറഞ്ഞത് വെട്ടാൻ ഫലമില്ലാത്തതുകൊണ്ട് വെട്ടിയേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശബ്ദം കേട്ട് ഗ്രെയിനർ മലാമ ഇറങ്ങി വന്നു. അവരോട് ഏത് പരിപാടി? ബ്രദറെ, ഒരു ഫലവുമില്ലാത്തത് ഇവിടെ നിന്ന് ബംഗ്ലാവിന്റെ മുറ്റം മുഴുവൻ വൃത്തിയാക്കിയത് ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് വെട്ടാൻ പറ്റില്ല. വൈകി പെട്ടെന്ന് മുഖത്തിൽ കയറ്റു, പഴിച്ചെടുത്തു, പണമെടുത്ത് അച്ഛൻ്റെ കൊടുത്തേക്ക് ഒരു കുറിപ്പ് കൊടുത്തു. തോമസ് വൈദ്യന്റെ കടയുടെ താഴത്തെ സന്തോഷത്തിന് എന്നിട്ട് ഈ വളം വാങ്ങിക്കാൻ പറഞ്ഞു. അവൻ വളം വാങ്ങിക്കാൻ പോയപ്പോൾ നാമിനെ വിളിച്ചു. ഈ കോടാലിയെടുത്ത് സ്റ്റോറി കൊണ്ടിട്ടു. പിക്കാസും മാർക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ചുറ്റും ഒരു വട്ടം വലിച്ചു. വരയ്ക്കുന്നവരോട് പറഞ്ഞു, ഒരു പേര് പോലും മുറിയാതെ സൂക്ഷിച്ച് തടമെടുത്തു. ചുറ്റും തടമെടുത്തു. അപ്പോഴത്തേക്ക് അച്ഛനും വളം കൊണ്ടുവന്നു. വളം അതിന്റെ ചുവട്ടിലിട്ടു. രണ്ടുപേരോട് പറഞ്ഞു, ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാം. 10 ബക്കറ്റ് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാ ആൾക്കാരും വെള്ളം ഒഴിച്ചു. അടുത്ത വർഷം നോക്കിയതിനെ പറ്റുന്നു. അടുത്ത വർഷം സ്വർണ്ണം കഴിച്ചു വന്നു. ലിവിംഗ് റൂമിൽ ഗ്രൈനറിന്റെ മലാമോനോട് സംസാരിക്കുക. അപ്പോൾ ഗ്രൈനർ പറഞ്ഞു, ബ്രദറെ, ഒരാൾ ഓർക്കുന്നുണ്ടോ? പറഞ്ഞാൽ വിശ്വസിക്കില്ല. പുറത്തോട്ടാ പറഞ്ഞു. കമ്പിളിനാടകത്തിൽ വെച്ചിട്ട് കൊണ്ടു കൊണ്ടുവന്ന് പറഞ്ഞു, നോക്ക്. അത് എന്നോട് പറഞ്ഞത്, വൈദ്യരെ, ഞാനൊരു കൊച്ചു കുട്ടിയെപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെയ്തു. എന്നെ കാര്യമറിയോ? ഞാനത് എണ്ണി നല്ല പൊഴുത്ത് വലിയ കമ്പിളിനാടക 80 ഞാൻ എണ്ണി. ബാക്കിയുള്ള പഠിക്കാനുള്ളത് എല്ലാം പറ്റിയില്ല. ഒത്തിരി കമ്പിളിനാടകയുണ്ട്. കഴിഞ്ഞ അങ്ങേ വർഷം ഞാന് അവിടെ ചെല്ലുമ്പോൾ ഒരു കാർ വാങ്ങിക്കാൻ പോയി. ആ കാറിന്റെ ബാക്കില് ഒരു 12 നല്ല കമ്പിളിനാടക പുതുക്കിയിട്ടുണ്ട്. ഞാൻ പോയി നോക്കും. അതിന് വർഷങ്ങളായി കമ്പിളിനാടക ഉണ്ടാകുക. ഇന്ന് രാത്രിയിൽ പിന്നെ വെട്ടാൻ കോടാലി ഓങ്ങിയിട്ടും വെട്ടാൻ ഓങ്ങിയ കോടാലി പിടിച്ചു വാങ്ങി നിന്റെ ചുവടുകളൊക്കെ തടമെടുത്ത് പിന്നെയും വളമിട്ട് പിന്നെയും വെള്ളമൊഴിച്ച് നിന്നെ ലാളിക്കുന്നതിന് ഒരു ഉദ്ദേശ നിലവാരമുണ്ട്. അടുത്ത വർഷമെങ്കിലും നീ ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷ അവരുണ്ട്. 2011 ഇനി ആകെ 2 മാസം തികച്ചില്ല. വർഷത്തിന്റെ 10 കഴിഞ്ഞുപോയി. 2 മാസം അവൻ എന്നും സത്യം പറയുന്നവരല്ല. കർത്താവ് വരാൻ താമസിച്ച 2012 കർത്താവ് എനിക്ക് തന്ന ഫലമില്ലാതെ കഴിഞ്ഞുപോയ നാളുകളെ കുറിച്ച് നിലനിർത്താനല്ല, ഫലം കഴിക്കാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയാം. ഇന്ന് രാവിലെ ഇന്ന് രാത്രി എത്ര പേരുണ്ട് ഫലമില്ലാതെ കഴിഞ്ഞുപോയ നാളുകളെ കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. നിശ്ചയമായി ദുഃഖം വേണം. എന്നാൽ ഫലം കഴിപ്പാൻ എന്റെ പ്രവൃത്തിയിൽ
അടുത്ത 2 മാസങ്ങൾ ബാക്കി ദിവസങ്ങളിലും ഞാൻ ഫലം കഴിക്കാൻ സമർപ്പിക്കുന്നുവെന്ന് സമർപ്പണമുള്ള ഒരു കലമാണ്. അവരുടെ കലങ്ങൾ ദൈവത്തിന് യോജിക്കും. ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായി pray unto the Lord with a open heart. Lord, I surrender myself to bring forth fruit. Let me abide in thee. Let me abide in thy word. And let me bring forth the fruit that will glorify thy